ഇടതുകോട്ടയായിരുന്ന ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷത്തിന് ആകെ വിജയിക്കുവാൻ സാധിച്ചത് ആലപ്പുഴയിലും കണ്ണൂരിലും മാത്രമാണ്, അതും ഓരോരോ സീറ്റുകളിൽ. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതിൽ പ്രധാന കാരണക്കാർ BJP ആണോ കോൺഗ്രസ് ആണോ എന്നത് അറിയേണ്ടതായിട്ടുണ്ട്. BJP കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുന്നു എന്ന കാര്യങ്ങൾ പലതവണ ഇടതുപക്ഷം ചർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും CPM വോട്ടുകൾ BJP പിടിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യമേറുകയാണ്. ഇപ്പോൾ CPM വോട്ടുകൾ BJPക്ക് പോകുന്ന ഗൗരവകരമായ സ്ഥിതി ഉണ്ടെന്ന് സംസ്ഥാന സമ്മേളന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ശേഷം സമ്മേളനത്തിൽ സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടാണ് ഈ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച അതീവ ഗുരുതരമായി കാണണം. പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടെ വോട്ട് BJPക്ക് പോയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ടുകൾ BJPക്ക് മാറിയിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് UDF വോട്ട് ചോർച്ച കാരണമായെങ്കിലും LDFിൻ്റെ വോട്ടും BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. തൃശ്ശൂരിലെ BJP വിജയം മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി എന്നത് പ്രധാനമാണ്. തൃശ്ശൂരിലടക്കം മിക്ക മണ്ഡലങ്ങളെ കുറിച്ചും ജില്ലാ കമ്മിറ്റികൾ നടത്തിയ റിപ്പോർട്ടുകൾ അപ്പാടെ പിഴച്ചു എന്നുള്ളതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. സർക്കാരിനെതിരെയുള്ള പ്രചാരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി. എന്നാൽ BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കേണ്ടതെന്ന മതനിരപേക്ഷ ചിന്താഗതിയുള്ളവരുടെ നിലപാടാണ് നിർണായകമായത്. ഈ ദേശീയ സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞാലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇനി ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാകൂ എന്ന വിലയിരുത്തലും റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസിന്റെ നയങ്ങളെ തുറന്നു കാണിച്ച് മുൻപോട്ട് പോകണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രശംസിക്കുന്ന സൂചനകൾ റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള പ്രചാരണ വേലകൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ വിമർശനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പൊതുവിൽ അഭിനന്ദിക്കുന്നു എങ്കിലും ചില വകുപ്പുകളെയും മന്ത്രിമാരുടെ ഓഫീസുകളെയും വിമർശിക്കുന്നുണ്ട്. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കം സർക്കാരിനെ ബാധിക്കുന്നതിൻ്റെ ആഴം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരായ്മകളുണ്ട്. ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സർക്കാരിനോടുള്ള എതിർപ്പിന് കാരണമാകുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന പാർട്ടി പ്രവർത്തകരോട് പോലും മാന്യമായി പെരുമാറാത്ത സ്ഥിതിയുണ്ട്. പാർട്ടിയിലെ തെറ്റിദ്ധരുത്തൽ ഫലപ്രദമല്ല. റിയൽ എസ്റ്റേറ്റ്, മണൽ, ക്വാറി തുടങ്ങിയ മേഖലകളിൽ പാർട്ടി നേതാക്കൾ തെറ്റായി ഇടപെടുന്നു. ഫണ്ട് പിരിവിൻ്റെ മാനദണ്ഡങ്ങൾ പാർട്ടി സഖാക്കൾ പാലിക്കുന്നില്ല. പാർട്ടി അധികാര കേന്ദ്രമാകരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും നടക്കുന്നത് അതാണ്. ഇതിൻ്റെ ഫലമാണ് ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നത്. സഹകരണ മേഖലയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. SFIക്കെതിരെ വിമർശനങ്ങളും റിപ്പോർട്ടിലുണ്ട്. പൂക്കോട് ആയുർവേദ മെഡിക്കൽ കോളേജിൽ സിദ്ധാർത്ഥിന്റെ മരണം ജനങ്ങളിൽ ഉണ്ടാക്കിയ അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 23 ലക്ഷത്തോളം പേർ നേരിട്ട് പങ്കെടുത്തതായി നേരത്തെ യാത്ര സംബന്ധിച്ച റിവ്യൂ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയുമായി എത്രത്തോളം സഹകരിച്ചെന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്തുമാത്രം ഉണ്ടായിരുന്നുവെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തണം. നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ട് പങ്കെടുത്തത് കോഴിക്കോട് ജില്ലയിലാണെന്നും റിവ്യൂ റിപ്പോർട്ട് പറയുന്നു. 2,57,242 പേരായിരുന്നു പങ്കെടുത്തത്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്, 44,219 പേർ. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്, 2,41,089 പേർ. ആകെ 22,82,364 പേർ എന്നുള്ളതാണ് കണക്കുകൾ. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തമുണ്ട് എന്നും എന്നാൽ ആ ജനപങ്കാളിത്തം വോട്ടാക്കി മാറ്റുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നതടക്കമാണ് CPMന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. എന്തായാലും സംസ്ഥാന സമ്മേളനത്തോടു കൂടി ഇതിനെല്ലാം ഒരു തീരുമാനങ്ങളാകും. നിലവിൽ 3ാം തവണയും അധികാരത്തിലേറുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇടതുപക്ഷത്തിന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വലിയ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും BJPയുടെ പ്രവർത്തനം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുമെന്ന കണക്കൂട്ടൽ കാര്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിനുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം ഇനി അങ്ങോട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ചൂടുവെപ്പുകൾ എന്തെന്ന് അറിയാൻ. ആരായിരിക്കും ഇനി പുതിയ ക്യാപ്റ്റൻ എന്ന് അറിയാൻ.